ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപയായി തുടരും. കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തദ്ദേശ സ്ഥാപന തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി ക്ഷേമ പെൻഷനിലെ അനർഹരെ ഒഴിവാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സർ, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമം എന്ന മേഖലയ്ക്കായി 706.71 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 80.98 കോടി രൂപ അധികമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വ സംരംഭങ്ങൾ 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകാനായി 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,210 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിന്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പു തരികയാണ്. സർ, പതിവ് പോലെ ഇത്തവണയും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിലുണ്ട്. ധനഞെരുക്കത്തിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര അവഗണനയാണെന്ന് ബജറ്റ് പറയുന്നു. കേന്ദ്രത്തിന്റേത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാടെന്നും ധനമന്ത്രി വിമർശനം ഉന്നയിച്ചു. പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. GST വന്നതോടെ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം കുറഞ്ഞതായും ഇനി ഒന്നും വെട്ടിക്കുറയ്ക്കാൻ ബാക്കിയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ്. കേന്ദ്ര അവഗണന ഉടനെ ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.88% 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ 1.92%-ലെത്തി. കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാന്റിന്റെ കാര്യത്തിലും കേരളത്തിന്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത്. 12ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം 4.54%. 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ അത് 2.68% കുറഞ്ഞു. GST വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി. GSTയിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന GST കോമ്പൻസേഷനും നിലച്ചു. ലൈഫ് പദ്ധതിക്ക് 1160 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ 700 കോടി രൂപ അനുവദിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. സർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തുന്നു. സർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ, സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3967.3 കോടി രൂപയാണ്. പ്രതിവർഷം 1300 കോടിയിലധികമാണ്. സർ, ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. സർ, 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2028 പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞത്തെ പ്രധാന കയറ്റിറക്കുമതി തുറമുഖമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞത്തിനായി റോഡ് വികസനം വേഗത്തിലാക്കുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. സർ, മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനായാൽ നഗരവൽക്കരണത്തെയും സാമ്പത്തിക വളർച്ചയെയും സമന്വയിപ്പിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാനാവും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളം ഒരു അർബൻ കമ്മീഷൻ നിയമിച്ചത്. വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കും. നഗരമേഖലയുടെ സവിശേഷ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ രൂപീകരിച്ച അർബൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പരിപാടികൾ തയ്യാറാക്കും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും. സർ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് 2028 ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ ധാരണയായി. ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ്. ടൈം ഓവർറണ്ണിന്റെയും കോസ്റ്റ് ഓവർറണ്ണിന്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കി 2045 പൂർത്തിയാക്കാൻ കണക്കുകൂട്ടിയ കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2028 പൂർത്തിയാവുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയും കണ്ടെയ്നർ നീക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ റോഡുകളുടെ ട്രാഫിക് സമ്മർദ്ദം ഉയരും. ദേശീയപാതകളോടൊപ്പം സംസ്ഥാന പാതകളുടെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ബജറ്റിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇവയെല്ലാം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വർധനവില്ല. പക്ഷേ കൃത്യമായിട്ട് കൊടുത്തു തീർക്കും, കുടിശ്ശിക എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം. ബജറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയായിരുന്നു മഞ്ജുഷ. കാരണം
ക്ഷേമ പെൻഷൻ, കാരണം സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്, അപ്പോൾ സ്വാഭാവികമായും ക്ഷേമ പെൻഷനിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ക്ഷേമ പെൻഷൻ കൂടിയില്ല, മറിച്ച് ഇപ്പോഴുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന ഒരു ഉറപ്പ് മാത്രമാണ് ധനമന്ത്രി പങ്കുവച്ചത്. അതിനപ്പുറം ഈ സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള ഒരു നയതന്ത്രം പൊതുവിൽ ഈ ബജറ്റിൽ പരീക്ഷിച്ചിട്ടുണ്ട് ധനമന്ത്രി. അതാണ് പൊതുവിൽ ഈ DA കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു, ഒപ്പം തന്നെ പുതിയ DA അനുവദിക്കുന്നു. പക്ഷേ അതെന്ന് കൊടുക്കുമെന്ന വ്യക്തത വരുത്തിയിട്ടില്ല. പൊതുവിൽ നിലവിലെ ധനസ്ഥിതിയിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ കഴിയുന്ന ആശ്വാസം പ്രഖ്യാപിക്കുക എന്നൊരു നീക്കം പൊതുവിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഭരണാനുകൂല സംഘടനകൾക്ക് അകത്ത് തന്നെയുണ്ട്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്തുക പരമാവധി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നൊരു നയതന്ത്രം, അത്തരമൊരു കരുതൽ ആ ബജറ്റിൽ പൊതുവിൽ നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ആ നിരീക്ഷണത്തിലൂടെ കരുതാൻ കഴിയുന്ന കാര്യം. ഒരുപക്ഷെ ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം കുടിശ്ശിക കൊടുത്തു തീർത്ത ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ബജറ്റിന് പുറത്ത് പ്രഖ്യാപിക്കുക എന്നൊരു രാഷ്ട്രീയ സാധ്യതയാവാം സർക്കാർ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടുകൂടിയാവാം ബജറ്റിലെ പ്രഖ്യാപനം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു നീക്കത്തിലേക്ക് പോയതിന് കാരണമായി നമുക്ക് കരുതാനാവുക. അത് മാറ്റി നിർത്തിയാൽ ഇപ്പോഴത്തെ ധനസ്ഥിതിയുമായി ഒരുപക്ഷെ ചേർന്ന് പോകുന്ന വലിയ കയ്യടിയൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ബജറ്റ് എന്ന് വേണം കരുതാൻ. കാരണം ഭൂനികുതി വർധനവ് അടക്കമുള്ള പ്രതിഷേധം ഉയരാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ പൊതുവിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ധനസ്ഥിതിയുമായി ഏറെക്കുറെ ഒത്തുപോകുന്ന ഒരു ബജറ്റ് എന്ന് വേണം ആകെ നിരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്.